എം വി ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു നയമാറ്റവും ഇല്ല. എല്ലാം നയം ഉള്ളതെന്ന് തന്നെ. കാര്യം പുതിയ നയം എന്തോ വന്നിരിക്കുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. അതാ ഞാൻ പറഞ്ഞത്, സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗമാണ്. സംസ്ഥാനത്തിന് മാത്രം മുഴുവൻ കാര്യങ്ങളും നിർവഹിച്ച് ഒരു വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയെ രൂപപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ അതിനാവശ്യമായ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരു മുതലാളിത്ത സമൂഹമാണല്ലോ ഇന്ത്യ. ആ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഗവൺമെൻറ്റിനും ആ കാര്യം കൈകാര്യം ചെയ്യേണ്ടി വരും. ജനകീയ ചൈന പോലും ആ നിലപാടാണ് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോയത്. അവിടെ സോഷ്യലിസം ആണല്ലോ, അവിടെ പോലും ഇതാ നിലപാട്. ഇവിടെ സോഷ്യലിസം ഇല്ല, മുതലാളിത്തമാണ്. അല്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ മലയാളം? പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അവർക്ക് എവിടെയാണ് വിയോജിപ്പ്, എവിടെയാണ് യോജിപ്പ്, അതെല്ലാം കണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നതാണ് പറഞ്ഞത്. അതാ പച്ച മലയാളം. ഇതിങ്ങനെ ഓരോന്ന് വരും. ഞങ്ങളിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുള്ള പുതിയ വിദ്യാഭ്യാസ നയമുണ്ട്. അതിനെ ശക്തിയായിട്ട് എതിർക്കുകയാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് എന്ന രീതിയിൽ പറയുമ്പോൾ അതിൻ്റെ അകത്ത് ചിലത് അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ആണ് ഗവൺമെൻറ് അറിയേണ്ടത്. ഇത് CPM അല്ല. അത് രണ്ടും തമ്മിലൊരു വ്യത്യാസം. ഞാൻ നേരത്തെ 3 മണിക്കൂർ പ്രസംഗിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഭരണകൂടം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പരിമിതി എന്താണ് എന്ന കാര്യം ഞാൻ മുഴുവൻ വിശദീകരിച്ചില്ലേ. 10 വർഷം മുമ്പായാലും 5 വർഷം മുമ്പായാലും ഇക്കൊല്ലായാലും ഇപ്പോഴും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിതാണ്. അല്ല, പണ്ടേ പറഞ്ഞതിൽ നിന്നും കാര്യമായ മൗലികമായ മാറ്റമൊന്നുമല്ല. സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സാമൂഹ്യ നിയന്ത്രണത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മൂലധനത്തെ ഉപയോഗിക്കാമെന്ന് തന്നെയാണ് കാണുന്നത്. അത് തന്നെയാണ് ഉദ്ദേശം. എല്ലാ കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം. നമുക്കെന്തിനാ അടച്ചു കെട്ടിയിട്ടുള്ള ഒരു കാര്യം എന്തിനാ നമ്മൾ ഇപ്പോൾ കണ്ടത്? എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ കോളേജുകളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കൂത്തുപറമ്പ് സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തി. അതിൽ ഒരു പടി കടന്നുകൊണ്ട് സ്വാശ്രയ കോളേജുകളിൽ എത്ര കൊല്ലമായിട്ട് ഇവിടെ തുടരുകയാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സ്വാശ്രയ കോളേജ് മോറാടിയിൽ ഇപ്പോൾ സ്വാശ്രയ കോളേജ് ഉണ്ടല്ലോ, കോപ്പറേറ്റീവ് അടിസ്ഥാനത്തിൽ. സാമൂഹ്യ പശ്ചാത്തലം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ അഞ്ചാമ്പടിയിലുണ്ട്, ഇല്ലേ? അറിയോ? ഉണ്ടോന്ന് ഉണ്ടില്ലേ? രാത്രിയില്ലേ? മുന്നാടില്ലേ? കാഞ്ഞിരങ്ങാടില്ലേ? ഇന്ന് കേരളത്തിലെ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രം സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രമായിട്ടുണ്ട്. അതാണ് ഞങ്ങളിപ്പം പറഞ്ഞത്. സഹകരണ മേഖല, പൊതുമേഖല, ഇൻഡിവിജ്വൽസ്, ഇവരുടെ എല്ലാം മൂലധനം നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത്? ഇതിന് സാധിക്കാണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല, തീരുമാനിക്കുക. അവർ തോന്നും പോലെ നിങ്ങൾ യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന പറയാ. യൂണിവേഴ്സിറ്റി വരുമ്പോൾ എന്തൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചു. അതാ അപ്പോൾ ഇപ്പോൾ അറിഞ്ഞതാണ് ശരി. കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട്, അവർക്ക് ഇനി പുറത്ത് പോകേണ്ടി വരില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏത് അന്നേരം പറഞ്ഞത് അല്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നയം മാറ്റെന്ന് പറയേണ്ട കാര്യമില്ല. നയം തന്നെയാണ്. അന്നത്തെ നയവും ഇന്നത്തെ നയവും തന്നെയാണ്. അന്നത്തെ നയത്തിൽ നിന്ന് കുറേയും കൂടി ആഴത്തിലുള്ള ഒരു പഠനവും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു സമ്പത്ത് വ്യവസ്ഥ. അന്ന് ഞങ്ങൾ ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ? എപ്പോൾ കേട്ട്? ആദ്യമായിട്ട് കേട്ടതിപ്പോൾ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ എന്നുള്ളത് പുതിയ പദപ്രയോഗമാണ്. അപ്പോൾ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു വിജ്ഞാന സമൂഹമാക്കി കേരളത്തെ മാറ്റണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ വമ്പിച്ച രീതിയിലുള്ള മൂലധന നിക്ഷേപം വേണം. ആ മെറിറ്റിലൊന്നും ഇരട്ടിമറി ഉണ്ടാവില്ല. മെറിറ്റിലൊക്കെ ഉള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടും. ഏറ്റവും നല്ല മെറിറ്റുള്ളവരല്ലേ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ളത്. അത് ഏത് യൂണിവേഴ്സിറ്റി ആയാലും ഏത് വിദേശമായാലും ആരും അത് അംഗീകരിക്കും. ഞാൻ എതിർത്തിരുന്നില്ല. അവർക്ക് വേണ്ട. അല്ല, ബേബിയൊന്നും എതിർത്തിരുന്നില്ല. വെറുതെ നിങ്ങൾ എതിർപ്പ് അദ്ദേഹത്തിന്റെ വായിലിങ്ങനെ കുത്തിയിരിക്കുകയാണ്. ശരി, നിർത്താം. ആവട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. ഒരേ നയമാണ്. പിന്നെ വേറെ നയം ഉണ്ടെങ്കിൽ പിന്നെ ബഡ്ജറ്റിന്റെ ഭാഗം ഇങ്ങനെ പറയോ? രണ്ടും വരട്ടെ തന്നെയാണ്. സാമൂഹ്യ പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് എല്ലാം കൈകാര്യം ചെയ്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മേലെ പറക്കാൻ പാടില്ല. അത് നമുക്ക് നോക്കാം, ചർച്ച ചെയ്യാം. അതല്ലേ ഞാൻ പറഞ്ഞു, ചർച്ച ചെയ്യാം. അത് സ്വകാര്യ മൂലധനത്തിനൊക്കെ നിങ്ങളിതാ പോട്ടെ. നിങ്ങൾ ഏതിൻ്റെയും നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനം ലാഭം, കൂടുതൽ ലാഭം അല്ലേ? പിന്നെ റിപ്പോർട്ടറാകുമ്പോൾ അത് മാത്രമല്ല, ഈ മാധ്യമങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി വേറൊരു താല്പര്യമുണ്ട്. അത് ഈ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊതു മനസ്സ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന പണി കൂടി മാധ്യമങ്ങൾ നിർവഹിക്കുന്നത്. അത്രയും വലിയ വ്യത്യാസം. ഒരു സംശയമില്ല, മൂലധന താല്പര്യം ഉണ്ടാവുന്നു. പക്ഷേ അത് സാമൂഹ്യ താല്പര്യത്തിന് കീഴ്പ്പെടുത്തണം.
അത്രയേ ഉള്ളൂ. സാമൂഹ്യ താല്പര്യത്തിന് കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള സ്വാഭാവികമായിട്ടുള്ള താല്പര്യം കൈകഴിയും. അതുപോലെ അതല്ല അവരോട് ചോദിച്ചാൽ അതിനോട് ചോദിക്കുന്നില്ല. ഞാൻ നയം പറഞ്ഞു, ഞാൻ നയം വ്യക്തമായില്ല. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നയം വ്യക്തമാക്കാനുണ്ടെങ്കിൽ പറഞ്ഞോ. അവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറയാം. നിങ്ങൾക്ക് നയം വ്യക്തമായോ? എന്താ പറയുക, നിങ്ങൾ ഏതാ പത്രം? ഏഷ്യാനെ തീരുവയില്ല സംശയം. അത് കാരണം അത് വിമർശനമല്ല, അത് കൃത്യമായിട്ടുള്ള ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. നിങ്ങളോടൊന്നും പിന്നെ വേറെ വർത്താനം പറ്റുന്ന ഒരു കാര്യമില്ല. മടിക്കുന്നവർ വരണ്ട. അങ്ങനെയാണ്. അത് മനസ്സിലായില്ലേ? കൂത്തുപറമ്പ്